ലീഷ് വാക്കിങ്ങിൻ്റെ ഒരു ട്രെയിനിങ് സെഷനാണ് കേട്ടോ. ഇന്ത്യയല്ല, പുറത്താണ്. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ഡോഗ്സിനെ ഒന്നും കാണാൻ പോലും ഇല്ല. ഒരുപാട് സെഷൻസ് നമ്മൾ പലരുടെ കൂടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് പുറത്തോട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്ട്രീറ്റ് ഡോഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ നമ്മൾ റോഡിലെങ്ങും കാണുന്നതേ ഇല്ല. അവിടെ ആൾക്കാർക്കെന്ന് പറയുന്ന ഡോഗിനെ ഭയങ്കര ഇഷ്ടമാണ്, കാര്യമാണ്. ഇപ്പോൾ വാക്കിങ്ങിന് പോകുമ്പോൾ എല്ലാവരും വന്ന് തടവുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സ്ട്രീറ്റ് ഡോഗ്സിനെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. അത് അവിടെ അത്രയും ചിലപ്പോൾ റെസ്ക്യൂ സെൻ്ററുകളൊക്കെ ഒരുപാടുണ്ടായിരിക്കും. അവരെ ഡോഗിനെ അങ്ങനെയുള്ളതിനെയൊക്കെ പാർപ്പിക്കാനായിട്ട് കനൽസ് ഉണ്ടായിരിക്കും. അതായിരിക്കും ഇപ്പോൾ ഈ ഡോഗിൻ്റെ വിഷയം എന്ന് പറയുന്നത് ലീഷ് പുള്ളിങ് ഉണ്ട്. അതേപോലെ തന്നെ ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. മെയിൻ പ്രോബ്ലം അതാ കേട്ടോ. ആൾക്കാരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു ലേഡി ഇപ്പോൾ ഉണ്ട് കേട്ടോ, ഇന്ത്യക്കാരിയല്ല. അവർ ഡോഗ് അടുത്ത് ചെന്ന് കഴിഞ്ഞാലും അവർ തടവി സ്നേഹിച്ച് അടിപൊളിയായിട്ട് കൊഞ്ചിച്ച് വിടത്തതേ ഉള്ളൂ. അവിടെ മെജോറിറ്റി ആൾക്കാരും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ വാക്കിങ്ങിൻ്റെ ഒരു ഇതിലൊക്കെ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ തിരിച്ചാണ്, പകുതി പേർക്ക് ഒരു താല്പര്യം ഉണ്ടായിരിക്കത്തില്ല. അതിൻ്റെ കാരണം മനുഷ്യരൊന്നുമല്ല, നമ്മൾ ഓണേഴ്സ് തന്നെ ട്രെയിൻഡ് അല്ലാത്ത ഡോഗ്സിനെയും കൊണ്ട് ഇറങ്ങുമ്പോൾ അവർക്ക് അറിഞ്ഞുകൂടി ഇതെങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത്. അതുകൊണ്ടിട്ട് ഒരു കാരണമായിട്ട് വരാം കേട്ടോ, അല്ലാത്ത കാരണങ്ങളും ഉണ്ട്. ഇപ്പോൾ ഈ ഡോഗിൻ്റെ ലീഷ് പുള്ളിങ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പല മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ. ഇയാൾക്ക് നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്റ്റാർട്ടിങ്ങിലാണ്, അതായത് എക്സൈറ്റ്മെൻറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് ഓണർ പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. പലർക്കും ഡൗട്ടുണ്ട് എങ്ങനെയാണ് ഇത് ഓൺലൈനിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ലൈവിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ. ഇതേപോലെ തന്നെ ഒരാൾ മൊബൈലുമായിട്ട് കൂടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഹെഡ്ഫോൺ വെച്ചേക്കുന്നത് ലീഷി പിടിച്ചിരിക്കുന്ന ആളാണ്. നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യും, അതേപോലെ പോകും. ഇപ്പം നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് ഇയാൾ റിയാക്ട് ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ആണ് ഒരു ലേഡിയുടെ അടുത്തോട്ട് പോയത്. ആ ലേഡിക്ക് അത് പ്രശ്നമില്ലാത്തതുകൊണ്ട് പോയതാണ്. പ്രശ്നം നമ്മൾ ഫസ്റ്റ് സ്പോട്ട് ചെയ്തു. ഒന്നാമത് ലീഷ് പിടിച്ചിരിക്കുന്നത് കറക്റ്റായിട്ടല്ല, നല്ല ലെങ്ത് കൊടുത്താണ് പിടിച്ചേക്കുന്നത്. ഇത്രയും എക്സൈറ്റ്മെൻ്റ് ഉള്ള കണ്ടീഷനിൽ ഡോഗിന് ഇത്രയും ലീഷ് ലെങ്ത് കൊടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവൻ തോന്നിയ വഴിക്ക് പോകും. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ലീഷ് അടുത്തോട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക, ഡോഗിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ നടന്നു പോകുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത്രയും സ്പീഡിൽ ഡോഗിൻ്റെ സ്പീഡ് ഒരിക്കലും ഫോളോ ചെയ്യരുത്. നമ്മളുടെ സ്പീഡ് ഡോഗ് ഫോളോ ചെയ്യുകയാണ് വേണ്ടുന്നത്. അപ്പോൾ ഇത്രയും അടുത്ത് ആദ്യം പിടിച്ചു നിർത്തി, ഇനി ഓരോ സ്റ്റെപ്പ് വയ്ക്കുക. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ഡോഗ് നല്ല സ്പീഡിൽ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ സ്പീഡ് കുറയ്ക്കുക ചെയ്യുന്നത്. അതായത് ഡോഗിന് ഹൈ സ്പീഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് ഡൗൺ ചെയ്യും. ഡോഗ് ലോ സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് അപ്പ് ചെയ്യും. അങ്ങനെ കുറച്ച് നേരം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേന് ഡോഗിന് പതുക്കെ നമ്മുടെ സ്പീഡ് പതുക്കെ മാച്ചായിട്ട് വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ലീഷ് പിടിച്ചിരിക്കുന്ന ഇതൊരു ബീഗിൾ ഡോഗാണ്. അപ്പോൾ അതിനെന്താണെങ്കിലും വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവല്ലേ വരുന്നത്. അപ്പോൾ അയാൾ നമ്മളെ ലീഷിൽ പിടിച്ചുകൊണ്ട് ഓടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ഫിസിക്കലി കൊണ്ടുപോകുമല്ല, അത് സൈക്കോളജിക്കലിയാണ് കൊണ്ടുപോകുന്നത്. ഡോഗ് വലിക്കുന്നു, നമ്മൾ പോകുന്നു, അതല്ലേ നടക്കുന്നത്. മൈൻഡ് കൊണ്ടിട്ടാണ് ആ വലിച്ചുകൊണ്ട് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ അനങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇയാൾ ഒരു ഡയറക്ഷനിലോട്ട് ആരെങ്കിലും കാണുന്നു, ആ ഡയറക്ഷനിലോട്ട് ഓടിപ്പോകുമ്പോൾ ഡോഗിൻ്റെ ആംഗിൾ ചിന്തിക്കുക. എന്താണ് ആഗ്രഹം ഡോഗിൻ്റെ? ആ നിൽക്കുന്ന ആളിൻ്റെ അടുത്ത് പോവുക, അയാളുടെ ദേഹത്തൊന്ന് ചാടിക്കയറുക, സ്നേഹം പ്രകടിപ്പിക്കുക. ഇതൊക്കെയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായിട്ടുള്ള കാര്യമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ നിൽക്കുന്ന ആളിന് ഡോഗിനെ ഇഷ്ടമാണോ അല്ലയോ എന്ന് അറിയാതെ നമ്മൾ ഇതിനെ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ഒരു 50 പേര് അവിടെ കൂടെ പോകുന്നു, 49 പേർക്ക് ഡോഗ് ഓക്കെ ആണെന്നുണ്ടെങ്കിലും 50ാമത്തെ ആളിന് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ. നമ്മുടെ കയ്യിലുള്ള ഡോഗ് നമ്മുടെ കൺട്രോളിലായിരിക്കണം. ഇനി അവരുടെ അടുത്ത് സംസാരിച്ച് അവർക്ക് ഡോഗ് ഓക്കെ ആണെന്ന് മനസ്സിലായതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്യാൻ സമയം കൊടുക്കുക. പക്ഷെ ട്രെയിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിനുള്ള ഗ്യാപ്പ് കിട്ടത്തില്ല. നമ്മുടെ സ്പീഡിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്പീഡ് കുറച്ച് കൊണ്ടുവരും. ഡോഗ് നമ്മൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നു, ഡോഗ് 2 സ്റ്റെപ്പ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അനങ്ങത്തില്ല. അപ്പോൾ അവിടെ കുട്ടികളുണ്ട്, കുട്ടികളുടെ അടുത്തോട്ട് നമ്മൾ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞതാണ്. കാരണം ഇയാൾക്ക് ഇത് കണ്ടില്ല, ഇത്രയും സന്തോഷമാണ്, അങ്ങോട്ട് ചാടി പോകും. അവർക്കും കളിക്കാൻ നിൽക്കുവാണ്. പക്ഷേ നമ്മളിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് പതുക്കെ നമ്മുടെ കൺട്രോളായിട്ട്. ഇപ്പോൾ കുറച്ച് നേരം നമ്മുടെ അടുത്ത് നിന്നില്ലേ, ആ ഒരു ചെറിയ ഗ്യാപ്പിൽ അവിടെ നിൽക്കുന്ന കാണുമ്പോൾ ആ സമയത്ത് പതുക്കെ കൊണ്ടുപോകാനായിട്ടാണ് പറഞ്ഞത്. ഡോഗ് ഇപ്പം ചാടുന്നത് കണ്ടില്ലേ, അങ്ങനെ ചില ചാടുന്ന ഡോഗിന് നമ്മൾ ഡബിൾ ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, അങ്ങനെ ഓരോ മെത്തേഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ചില ഡോഗാണെന്നുണ്ടെങ്കിൽ താഴെ കൂടെ തന്നെ വലിച്ചുകൊണ്ട് പോകും, അതായത് ഈ അങ്ങനെ ചാടാതെ വലിച്ചുകൊണ്ട് പോകുന്ന ഡോഗ്സിന് നമ്മൾ യൂ ടേൺ അടിക്കുന്ന ഒരു മെത്തേഡ് ചെയ്യാറുണ്ട്. അതായത് നോ പറഞ്ഞിട്ട് തിരിഞ്ഞ് കിടക്കുക, അയാൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുക. ചില ഡോഗ് ഇതേപോലെ ഫ്രണ്ട് കാല് പൊക്കി ചാടിയായിരിക്കും പോകുന്നത്. ചാടി പോകുന്ന ഡോഗ്സിന് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറയുന്നത് അയാൾ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ വട്ടം നമ്മൾ ചാടിപ്പിച്ച് മടുപ്പിക്കുന്ന ഒരു മെത്തേഡുണ്ട്. ഇപ്പം ഇയാൾക്കതൊന്നും ചെയ്യേണ്ടതായിട്ട് നമുക്ക് തോന്നിയില്ല. ഇവിടെ ചെയ്തതെന്ന് പറയുന്നത് അയാൾ ജസ്റ്റ് ജമ്പ് ചെയ്യാൻ പോകുന്ന മൊമെൻറ്റിൽ നമ്മൾ പിടിച്ച് ബാക്കിലോട്ട് നിർത്തും. ഓക്കെ, അയാൾ താഴെ നിൽക്കുന്ന മൊമെൻറ്റിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകും.
അയാൾ 2 കാല് താഴെ ഉറപ്പിക്കുമ്പോൾ മാത്രമേ അയാൾ ആഗ്രഹിക്കുന്ന പോയിന്റിലോട്ട് പതുക്കെ പതുക്കെ എത്തുന്നുള്ളൂ. ഇത്രയും നേരം അടങ്ങി നിന്നത് കൊണ്ടിട്ട് അവിടെ അടങ്ങി നിൽക്കുവാണെങ്കിൽ നമ്മൾ ആ കുട്ടികളുടെ അടുത്തോട്ട് കൊണ്ടുപോവുകയും, ഇവിടെ ട്രീറ്റ് എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് അല്ല, ആ കുട്ടികളുടെ ടച്ചാണ്. അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കും. പക്ഷേ അത് നമ്മൾ ആഗ്രഹിക്കുന്ന മൊമെന്റിലേ കൊടുക്കത്തുള്ളൂ. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് സെഷൻ മാത്രമാണ് കേട്ടോ. ഇതിൻ്റെ റിസൾട്ടിൻ്റെ പാർട്ടൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. കാരണം ലീഷ് വാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ്. ഒരു സെയിം ഡേയിൽ റിസൾട്ട് കിട്ടുന്നത് കാര്യമൊന്നുമല്ല. പതുക്കെ 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 നമ്മളൊരു വാഹനം ഓടിക്കാൻ എങ്ങനെ പഠിക്കുന്നോ അതിന് എത്രത്തോളം പ്രാക്ടീസ് നമുക്ക് വേണോ അതേപോലെ തന്നെ ഒരു കാര്യമാണ് ഒരു ഡോഗിനെ വാക്ക് ചെയ്യിപ്പിക്കാനുള്ളത്. എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലീഷ് വാങ്ങിക്കും, അത് കഴുത്തിലോട്ടിടും, നടക്കാനായിട്ടങ്ങ് പോകും. അപ്പോൾ ഡോഗ് സ്വന്തമായിട്ട് വലിച്ചുകൊണ്ട് പോവുകയും അയാളായിട്ട് ഒരു പാറ്റേൺ ഉണ്ടാക്കുകയും ചെയ്യും. ഡോഗ് നമ്മളെ ട്രെയിൻ ചെയ്ത് ഡോഗാണ് പിന്നെ നടക്കുന്നത്, നമ്മളല്ല. അപ്പോൾ വളരെ ടൈം എടുത്ത് ചെയ്യേണ്ട 2 കാര്യങ്ങളിൽ, ഒന്ന് ലീഷ് വാക്കിങ്ങും രണ്ടാമത്തത് കംഹിയറിൻ്റെ കമാൻഡുമാണ്. കംഹിയറിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിനകത്ത് കേൾക്കുമെന്നുണ്ടെങ്കിലും ഡോഗ് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞ് ഒരുപാട് ഡിസ്ട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വിളി കേൾക്കണമെന്നില്ല. അപ്പോൾ അത് ഏറ്റവും ടൈം എടുത്ത് ചെയ്യുന്ന 2 കാര്യങ്ങളിൽ ഇതാണ്. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ലീഷ് പുള്ളിങ് ഒഴിവാക്കാൻ എളുപ്പം പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പം പറ്റും. അതിന് പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള മെത്തേഡുകളുണ്ട്, അങ്ങനെ എടുക്കേണ്ട ഡോഗ്സും ഉണ്ട് കേട്ടോ. നമ്മൾ ഇയാൾക്ക് എടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ഇയാൾക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ചെറിയ ബ്രീഡാണ്, ഫിസിക്കലി അയാൾ ഒരുപാട് നമ്മളെ വലിച്ചോണ്ട് പോകത്തില്ല. അപ്പം നമ്മൾ നിന്ന് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അവിടെ ലീഷ് പുള്ളി ഇടണ്ട എന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഡോഗ്സിനും നമുക്ക് ലീഷ് വാക്കിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഇതെന്നല്ല എന്ത് ബിഹേവിയർ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിൽ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജ് വെച്ചിട്ട് ഡോഗ് എന്നെ കടിക്കുന്നു എന്ന് പറയുന്നതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എല്ലാ കാര്യങ്ങളും പറ്റത്തില്ല. നമുക്ക് ഡോഗിൻ്റെ സൈഡിൽ നിന്നാണ് എപ്പോഴും ആലോചിക്കേണ്ടത് ഒരു സൊല്യൂഷനിലോട്ട് പോകാൻ. ഇവിടെ തന്നെ ഏതാണ്ടതാ ഇപ്പം നടക്കുമ്പോഴത്തേന് ഡോഗ് ജസ്റ്റ് ഫ്രണ്ടിൽ പോകുമ്പോഴത്തേന് നമ്മൾ പിടിച്ച് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് നിർത്തിയിട്ടാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ കൊച്ചു കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് വരുത്തി കൊടുക്കുന്നത്. അത് ലൈവിൽ കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും.